ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് കപ്പ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ ഒരു ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ വളരെ എളുപ്പം തന്നെ തയ്യാറാക്കിയിട്ടെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് ഫുള്ള് കണ്ടതിന് ശേഷം ചാനൽ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ കപ്പ് കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചിട്ടെടുക്കണം. അപ്പോൾ ഒരു അരിപ്പയിലേക്ക് 3/4 കപ്പ് അളവിൽ മൈദയും 1/4 കപ്പ് അളവിൽ കൊക്കോ പൗഡറും ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് പൗഡർ ഒരു 1/2 ടീസ്പൂണും ബേക്കിംഗ് സോഡ ഒരു 1/4 ടീസ്പൂണും ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ പൊടികളൊക്കെ നല്ലപോലെ ഒന്ന് അരിച്ചിട്ടെടുക്കണം. പിന്നെ നിങ്ങൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കുന്ന ബൗളാണെങ്കിൽ നല്ല ഡ്രൈ ആയിട്ടുള്ളത് തന്നെ എടുക്കുക കേട്ടോ. ഒറ്റ തുള്ളി പോലും വെള്ളം അതിൽ കാണാൻ പാടില്ല. അപ്പോൾ നമ്മളൊന്ന് അരിച്ചെടുത്തതിന് ശേഷം അതൊന്ന് വിസ്ക് വെച്ചൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കപ്പ് കേക്കിനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറായിട്ടുണ്ട്. അടുത്ത ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് കൊടുക്കാം. അതിപ്പോൾ ഞാനൊരു 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. ഇനി ഇവ നല്ലപോലെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. പിന്നെ നിങ്ങൾ ഈ കപ്പ് കേക്കിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏത് കേക്കിന് വേണ്ടിയിട്ടും നിങ്ങൾ മുട്ട എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിൽ തന്നെ ഇരിക്കുന്ന മുട്ട എടുക്കുക. എങ്കിലേ നല്ലപോലെ നമുക്ക് ഈ കേക്ക് ഒന്ന് റെഡി ആയിട്ട് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളിത് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ബൗളും നല്ല ഡ്രൈ ആയിട്ടുള്ളത് എടുക്കുക. അപ്പോൾ ഇതേ മുട്ട നല്ലപോലെ പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പൊടിച്ചിട്ടുള്ള പഞ്ചസാരയാണ് കൂടുതലും നല്ലത്, പെട്ടെന്ന് ആ മുട്ടയിലൊന്ന് മിക്സായി കിട്ടാൻ. പിന്നെ ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. കേക്കിന് കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതേ മുട്ടയൊക്കെ നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, ഇത്രയും മതി. ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇല്ലേ, അത് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. തുടക്കം തന്നെ നിങ്ങൾ ആ മുഴുവൻ പൊടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കരുത്. കുറച്ച് ആദ്യം ഒരു 3 ടീസ്പൂൺ ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു 3 ടീസ്പൂൺ ഇട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. അങ്ങനെ വേണം നിങ്ങളിതൊന്ന് ചെയ്തിട്ടെടുക്കേണ്ടത്. പിന്നെ നമ്മൾ ഈ മുഴുവൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കഴിയുമ്പം ബാറ്റർ കുറച്ച് താഴും. അത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ഈ കപ്പ് കേക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അടുത്ത 3 ടീസ്പൂൺ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പതുക്കെ അതൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. അത് ഇങ്ങനെ നിങ്ങളിപ്പോൾ അത് കുത്തിപ്പിടിച്ച് അതൊന്ന് മിക്സ് ആക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള എയർ ബബിൾസ് ഒക്കെ പൊട്ടിപ്പോയിട്ട് നമ്മൾ ഈ കപ്പ് കേക്ക് റെഡിയാക്കുന്ന സമയത്ത് അതൊന്ന് പൊങ്ങി വരത്തില്ല. അപ്പോൾ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ബാറ്റർ കുറച്ചൊന്ന് താന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അടുത്ത് ചേർത്ത് കൊടുക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ പാലിൽ ഞാൻ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്തതാണ്. അത് നമുക്കതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ നമുക്ക് അടുത്ത് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. പിന്നെ നിങ്ങൾ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാല് റൂം ടെമ്പറേച്ചറിൽ തന്നെ ഇരിക്കുന്ന വേണം. ഇപ്പോൾ നല്ല തണുത്തിട്ടുള്ള പാലാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് സ്റ്റൗവിൽ വെച്ച് അതിൻ്റെ തണുപ്പൊന്ന് മാറ്റിയിട്ടെടുക്കുക. അപ്പോൾ ഇതേ നമ്മുടെ ചോക്ലേറ്റ് കപ്പ് കേക്കിനുള്ള ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്തെടുക്കേണ്ടത് ഇതേപോലുള്ള പേപ്പർ ഗ്ലാസ് ആണ്. നമ്മൾ ഓരോ ഫംഗ്ഷനിലൊക്കെ ഉപയോഗിക്കുന്ന പേപ്പർ ഗ്ലാസ് ഇല്ലേ, അതെടുത്തിട്ട് അതിൻ്റെ പകുതിക്ക് വെച്ച് നിങ്ങളൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് ഇനി അതിലേക്ക് പേപ്പർ കപ്പ് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതാകുമ്പം നമ്മൾ ബാറ്റർ ഒഴിക്കുന്ന സമയത്ത് നല്ല പോലെ തന്നെ അതിലൊന്ന് ഇരിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ കപ്പ് കേക്കിൻ്റെ മോൾഡ് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്യുക. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് അതൊന്ന് ചെയ്തിട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എല്ലാത്തിലും ആ പേപ്പർ കപ്പ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. മുഴുവനായിട്ടും നിങ്ങൾ അങ്ങ് ഒഴിക്കല്, അതിൻ്റെ ഒരു 1/4 ഭാഗം മാത്രം ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾ ഫുള്ള് അതിലേക്ക് ബാറ്റർ അങ്ങ് ഒഴിച്ചു കൊടുക്കാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കപ്പ് കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് അത് ഓവറായിട്ടങ്ങ് പൊങ്ങി വന്നിട്ട് അത് പുറത്തോട്ടൊക്കെ വരും. അപ്പോൾ അതിൻ്റെ 1/4 ഭാഗം മാത്രം നിങ്ങൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് ഇത്രയും മതി. ഈ ഒരു അളവിൽ വേണം ഒഴിക്കേണ്ടത്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതിലും കൂടി ബാറ്റർ ഒഴിക്കാം. അപ്പോൾ അത് എല്ലാത്തിലും ഞാനിവിടെ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 10 കപ്പ് കേക്കാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഇനി ഇത് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് കൊടുക്കുക. അതിൻ്റെ ഉള്ളിലുള്ള ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ കേക്ക് നമുക്കൊന്ന് ബേക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി.
അപ്പോൾ അതേ നല്ല പോലെ കേക്ക് ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കപ്പ് കേക്കാണ്. വളരെ എളുപ്പം തന്നെ നമുക്കിത് തയ്യാറാക്കിയിട്ടെടുക്കാം. നല്ല രുചിയാണ് ഇതൊന്ന് കഴിക്കാനായിട്ട്. ബേക്കറികളിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്കിത് വീട്ടിൽ വളരെ എളുപ്പം തയ്യാറാക്കിയിട്ടെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ശരി, ഞാൻ അടുത്ത ദിവസം ഇതിലും നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ശരി, ഓക്കെ, ബൈ.